ആദ്യം തന്നെ പറഞ്ഞോട്ടെ, ചെറുതായിട്ടൊരു പനിയുടെ കോളുണ്ട്. അപ്പം സൗണ്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. അപ്പം എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കുക. ഗൈസ്, ഇത് നമ്മുടെ മൂന്നാമത്തെ ഡെയിലി വ്ളോഗാണ്. അപ്പം ഇന്ന് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം നാളെ നമുക്ക് രാവിലെ ഒരു അമ്പലത്തിൽ പോകേണ്ട ഒരു ആവശ്യം വന്നേക്കാം. അപ്പം ജസ്റ്റ് നമ്മുടെ വണ്ടി കുറച്ച് ദിവസമായി ഒന്ന് കഴുകിയിട്ടൊക്കെ, അപ്പം അകത്ത് കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് വാക്യൂം ക്ലീൻ ഒക്കെ ചെയ്ത് നമുക്ക് ഈ ഒരു വണ്ടി ഫുള്ള് കുട്ടപ്പനാക്കി ഇടണം. കാര്യം വണ്ടിയെ സ്നേഹിക്കുന്നവർക്കൊക്കെ അറിയാം, നമ്മളെവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയും ഫുള്ള് ക്ലീൻ ചെയ്ത് ഫുള്ള് കഴുകി വൃത്തിയാക്കിയിട്ടേ നമ്മൾ പോകാറുള്ളൂ എങ്ങാണേലും. അപ്പം ഞാനും ഇതേപോലെയാണ്. നമ്മളൊരു വണ്ടിയും കൊണ്ട് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയിൽ ചെളിയും മറ്റു മണ്ണും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം നമ്മളത് ഫുള്ള് ക്ലീൻ ചെയ്ത് നല്ല പെർഫെക്റ്റ് ലുക്കിലാക്കിയേ നമ്മൾ ഓരോ സ്ഥലത്തിടത്തൊക്കെ കൊണ്ടുപോകാറുള്ളൂ. അപ്പോൾ എന്തായാലും നാളെ രാവിലെ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പേ നമ്മളിപ്പോഴേ ഒന്ന് ചെറുക്കിനൊന്ന് കഴുകിയിടുവാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ കഴുകുന്ന രീതി ജസ്റ്റ് നമ്മൾ വണ്ടിയിൽ ചെക്ക് ചെയ്യുന്ന ബേസിക് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ടോ. അപ്പോൾ അതേ നമ്മൾ വണ്ടി പുറത്തോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് അകത്തെല്ലാം ഒന്ന് വാക്യൂം ക്ലീൻ ചെയ്യണം. അപ്പോൾ അകത്ത് കുറച്ച് പൊടിയുണ്ട്, കുറച്ച് ദിവസമായി നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ടൊക്കെ. അപ്പോൾ എന്തായാലും ആ പരിപാടിയിലേക്ക് കിടക്കാം. വാക്യൂം ക്ലീനർ ഞാൻ കാണിച്ചു തരാം. ഞാനിതിൽ ജസ്റ്റ് യൂസ് ചെയ്യുന്നത് ഒരു സാധാരണ ഒരു വാക്യൂം ക്ലീനറാണ്. ഞാൻ ഏകദേശം ഒരു 5 വർഷം മുന്നേ വാങ്ങിച്ചൊരു വാക്യൂം ക്ലീനറുണ്ട്. അപ്പം അതിന് മുന്നേയൊക്കെ കുറച്ച് പാടായിരുന്നു. നമ്മുടെ വണ്ടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് മണ്ണൊക്കെ കളയാൻ ഭയങ്കര പാടാണ്. കാരണം ഒന്നെങ്കിൽ നമ്മളൊരു കാർ വാഷിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഫുള്ള് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കേണ്ടി വരും. ഇതിപ്പോൾ ഈ ഒരു വാക്യൂം ക്ലീനർ ഉള്ളതുകൊണ്ട് നമുക്ക് പൊടിയൊക്കെ മാക്സിമം നമുക്ക് ആ ഒരു അത് വെച്ച് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ വാക്യൂം ക്ലീനർ. അപ്പോൾ ഇതിൻ്റെ സാധനങ്ങൾ ഓരോന്നോരായിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സാധനം, ഇതാണ് നമ്മുടെ വാക്യൂം ക്ലീനർ. നമ്മൾ ഏകദേശം 4 വർഷം 5 വർഷമായിട്ട് യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര നമ്മൾ വാങ്ങിച്ചതിൽ നമ്മളിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഏകദേശം നമുക്ക് അറിയത്തില്ല, ഏകദേശം ഒരു 850 രൂപയോളം വില വന്നു ഇതിന്. അപ്പം ഇത് ഭയങ്കര ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെർത്തിട്ടാണ് സാധനം. കാരണം ഭയങ്കരമായിട്ട് നമ്മൾ യൂസ് ചെയ്തു, എന്നിട്ട് സ്റ്റിൽ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതിൻ്റെ അതിൻ്റെ കണക്ട് നമ്മൾ ജസ്റ്റ് ഇതായിട്ട് ഇവിടെ കൂടെ ഇങ്ങനെ അങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് ഇതങ്ങോട്ട് ക്ലിപ്പ് ചെയ്താൽ മതി. ഇവിടെ ക്ലിപ്പുണ്ട്, ലോക്കുണ്ട്, കണ്ടോ, ഇവിടെ ലോക്കുണ്ട്, കണ്ടോ, ഇവിടെ ലോക്കുണ്ട്. ആ ലോക്ക് ചെന്ന് വീണിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് കുറച്ച് സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ജസ്റ്റ് ഇത് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഒരു ബ്രഷ് ഉണ്ട് കവറിനകത്ത്, ആ ഒരു ബ്രഷ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ബ്രഷ് വേണമെങ്കിൽ ഇച്ചിരി അത്യാവശ്യം ഇപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് മഴയത്ത് നമ്മൾ വണ്ടിക്കകത്ത് കയറുമെന്ന് വെച്ചോ, നമ്മുടെ കാലിലൊക്കെ അത്യാവശ്യം ചള്ളയൊക്കെ ഉള്ളപ്പം അത് കുറച്ച് നമ്മൾ പിന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പം നമ്മൾ അടുത്ത ദിവസം വണ്ടി എടുക്കുമ്പോഴത്തേക്കും ആ ഒരു എന്താ പറയുക ഷീറ്റയിൽ അതിങ്ങനെ ആ ഒരു കട്ടിയായിട്ടിരിക്കും നമ്മുടെ ആ ഒരു ചളുമ്പയൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ അറ്റത്ത് ബ്രഷൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കണക്ട് ചെയ്തിട്ട് നമ്മളത് വെച്ച് ബ്രഷ് വെച്ച് തേക്കുവാണെങ്കിൽ പൊടിയും മണ്ണുമൊക്കെ പെട്ടെന്ന് ഇത് ക്യാച്ച് ചെയ്തോളൂ. അപ്പോൾ ഇപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പൊടി ഒന്ന് വൈപ്പ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റുന്നേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ കണക്ടർ ഉണ്ട്, നമ്മുടെ സാധാരണ നമ്മൾ വണ്ടിയിലൊക്കെ കണക്ട് ചെയ്യുന്ന കണക്ടർ. ഇനി നമുക്ക് നേരെ ഇത് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കൂടുതലാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ. ഇത് നമ്മൾക്ക് വേണമെങ്കിൽ ഇതേപോലത്തെ ഒരു പൈപ്പൊക്കെ ഉണ്ട്, ഹോസ്. ഇതിൻ്റെ അറ്റത്ത് നമുക്ക് കണക്ടർ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഇപ്പം ഈ പോർഷൻ എത്താത്ത ചില സ്ഥലങ്ങൾ നമ്മുടെ വണ്ടിയിൽ പലയിടത്തായിട്ടുണ്ട്. അപ്പം ആ ഒരു സ്ഥലത്തൊക്കെ നമുക്ക് ആ ഒരു ഹോസ് കണക്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് വേറെ കണക്ടറുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് വണ്ടിയുടെ ഏകദേശം നമ്മുടെ ഈ ഒരു സീറ്റിൻ്റെ അടിഭാഗമൊക്കെ ഇല്ലേ, ഇതേപോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇത് വെച്ചിട്ട് ഓടിച്ച് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ആ ഒരു സാധനം ഇത് കണക്ട് ചെയ്യണം. അല്ലാതെ നമ്മുടെ ഫ്ലോറ് നമ്മൾ കാല് വെക്കുന്നിടത്തൊക്കെ ആണെങ്കിൽ ഇത് മാക്സിമം ഇത് മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ ശരിക്കും. ഇതും പിന്നെ നമ്മുടെ ആ ഒരു നോർമൽ ബ്രഷ് മാത്രം കണക്ട് ചെയ്താൽ മാത്രം മതി, അത്ര ഇതിൻ്റെ ആവശ്യമുള്ളൂ. എന്തായാലും ഇതിൻ്റെ വർക്കിംഗ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോഴും നല്ല പവർഫുള്ളായിട്ട് തന്നെയാണ് സാധനം വർക്ക് ചെയ്യുന്നത്. എന്തായാലും കണക്ട് ചെയ്തിട്ട് ഒന്ന് വർക്ക് ചെയ്യിപ്പിച്ചോട്ട് കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മാറ്റ് ഇത് നമുക്ക് വേണമെങ്കിൽ പുറത്തിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. എന്നാലും ആ ഒരു പൊടിയൊക്കെ കറക്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ഇതിലുള്ളത്. അപ്പോൾ ആ മണ്ണും കാര്യങ്ങളൊക്കെ ഈ ഒരു വാക്യൂം ക്ലീനർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അത് വാക്യൂം ചെയ്തെടുക്കാൻ പോകണമെങ്കിൽ നമുക്ക് ജസ്റ്റ് പുറത്ത് തല്ലിക്കുടഞ്ഞെടുക്കാന്നേ ഉള്ളൂ. എങ്കിലും ഇത് എടുക്കാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ കാണുമല്ലോ. അപ്പോൾ അവിടെ എങ്ങനെ ആയിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്, ജസ്റ്റ് പൊടിയൊക്കെ എങ്ങനെ ഇത് സക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പം ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ നമുക്ക് വണ്ടി ഒന്ന് ഓണാക്കാം. വണ്ടി ഓണാക്കി ഇനിയിപ്പം നമ്മളിതേണ്ടേ ഇതങ്ങ് കണക്ട് ചെയ്ത് കൊടുക്കുവാണ്. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധനം വർക്കിംഗ് ആയിട്ടുണ്ട്. തന്നെ സാധനം നല്ല വർക്കിംഗ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഈ പൊടിയൊന്ന് ഞാൻ ഇതിൽ എടുത്തൊന്ന് കാണിച്ചു തരാം.
അങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധനം നമ്മൾ പിന്നെ വേസ്റ്റ് കളയാനായിട്ട് തന്നെ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഈ ഒരു ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു ലോക്ക് നമുക്ക് റിലീസായി കിട്ടും. അപ്പം ഇതിൽ നിന്ന് പിന്നെ നമ്മൾ ആ ഒരു വേസ്റ്റ് കളഞ്ഞാൽ മതി. അപ്പം നമ്മൾ അതേ ഒരു ചെടിയുടെ ചുവട്ടിലോട്ട് നമ്മൾ അതിൻ്റെ മണ്ണും കാര്യങ്ങളൊക്കെ നമ്മൾ വാക്യൂം ക്ലീൻ ചെയ്തെടുത്തത് അതിൻ്റെ ഇടാൻ പോവാണ്. അപ്പോൾ ഇതാണ്, ഇതിനകത്താണ് നമ്മുടെ ആ ഒരു മണ്ണും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഇപ്പോൾ ഇത് നമ്മൾ തല്ലിക്കുടയുവാണെങ്കിൽ ഇതിന് ഇഷ്ടം പോലെ മണ്ണ് വരും. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് കണ്ടോ കണ്ടോ. അപ്പം ആ ഒരു മണ്ണും കാര്യങ്ങളൊക്കെ പോയി. ഇനിയിപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടുവാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇപ്പോൾ തട്ടുവാണെങ്കിൽ ഇതിന് കുറേ അധികം മണ്ണും പൊടി ഇങ്ങനെ പോകുന്ന കാണാം. അപ്പോൾ ഇതൊന്നും ഇങ്ങനെ തട്ടിയിട്ട് വേണം നമ്മൾ വീണ്ടും നമ്മളിതിൽ സെറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ വാക്യൂം ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പം പെട്ടെന്ന് ആ ഒരു വലിച്ചെടുക്കുന്നതിൻ്റെ പ്രഷറൊന്നും നമുക്ക് കുറഞ്ഞ് കിട്ടത്തില്ല. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പിന്നെ യൂസ് ചെയ്ത് പോകാം. അങ്ങനെ എന്തായാലും ഇതിൻ്റെ ഒരു പരിപാടി നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇനിയിപ്പം ഞാൻ ഫുള്ള് വാക്യൂം ക്ലീൻ ചെയ്ത് നമുക്ക് വണ്ടി കഴുകാൻ പാകത്തിന് ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ അകം മൊത്തം നമ്മൾ വാക്യൂം ക്ലീൻ ചെയ്തിട്ടുണ്ട്. കുറച്ചധികം മണ്ണുണ്ടായിരുന്നു. അപ്പം നമ്മൾ അടുപ്പിച്ച് കുറേ ദിവസം വണ്ടി ഓടിയതാണ്. അപ്പം കുറേയധികം മണ്ണുണ്ട്. അപ്പം എന്തായാലും നമ്മൾ ഫുള്ള് വാക്യൂം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെരിയ വണ്ടി അങ്ങോട്ട് വാഷ് ചെയ്ത് തുടങ്ങാം. വാഷ് ചെയ്യുന്നതിന് മുന്നായിട്ട് നമ്മൾ ഇപ്പോൾ വാക്യൂം ക്ലീൻ ചെയ്ത സാധനമാണ് എൻ്റെ ഇരിക്കുന്നത്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു പരിപാടിയുണ്ട്. നമ്മൾ ഈ ബോഡി അങ്ങ് മാറ്റി വെച്ചിട്ട് ഇത് നമ്മൾ പുറത്ത് വെക്കണം. കാരണം നമുക്കിത് വീണ്ടും ഉപയോഗിക്കേണ്ടതായതുകൊണ്ട് തന്നെ ഇത് ഞാനെപ്പോഴും വാഷ് ചെയ്തെടുക്കാറുണ്ട്. അപ്പം ഇതിനകത്തെ ജസ്റ്റ് വേണ്ട ഈ ഒരു മെറ്റീരിയൽ നമുക്ക് വാഷ് ചെയ്ത് നല്ല രീതിയിൽ ഡ്രൈ ആക്കി വെച്ചാൽ പിന്നെ നമ്മളിത് അടുത്ത വാക്യൂം ക്ലീനിങ്ങിന് നമുക്കിത് ഉപകാരപ്പെടത്തിട്ടോ. അല്ലെങ്കിൽ മൊത്തം ഇതിൻ്റെ ആ ഒരു ഫിൽറ്റർ ഫുള്ള് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പൊടിയൊന്നും വലിച്ചാൽ കിട്ടത്തില്ല. അപ്പം നമ്മളിത് എടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിത് വീണ്ടും തിരിച്ച് കഴുകി തന്നെ എല്ലാം സെറ്റാക്കി വെക്കണം. ആദ്യം നമ്മൾ ജസ്റ്റ് ഓസിൽ വെള്ളം വെച്ചിട്ട് ഒഴിച്ച് കഴുകാൻ പോവാണ്. അപ്പം ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഒന്ന് നമ്മളൊന്ന് കഴുകിയിട്ടേ പിന്നെ നമ്മൾ ഒരു ക്ലോത്ത് വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചൊക്കെ തുടയ്ക്കാവുള്ളൂ. അപ്പോൾ ജസ്റ്റ് ആദ്യം നമ്മളിത് വെച്ച് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് വിടുവാണ്. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് ജസ്റ്റ് വണ്ടി ഒന്ന് കുളിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മളിപ്പം ഷാമ്പു ഉപയോഗിക്കാമെന്ന് വെച്ചു. പക്ഷെ നമ്മുടെ ഷാമ്പു തീർന്നിരിക്കുകയാണ്. നമ്മളൊരു കാറിൻ്റെ ഷാമ്പു നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ലെക്രോളിൻ്റെ ഒരു ഷാമ്പു നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് തീർന്നു പോയി. എന്തായാലും ഇനിയിപ്പം തീർന്നുകൊണ്ട് നമ്മൾ ഇനിയിപ്പം ഉപയോഗിക്കാൻ സാധനം ഇല്ലട്ട് താനും. അപ്പോൾ എന്തായാലും നമ്മൾ ജസ്റ്റ് ഒന്നൊരു തുണി വെച്ച് ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തുടച്ചൊന്ന് വിടുന്നേ ഉള്ളൂ. ജസ്റ്റ് അത്രയും മതി. ശരിക്കും പറഞ്ഞാൽ ഷാമ്പു നമുക്ക് ഉപയോഗിക്കണമെന്ന് തന്നെ ഇല്ല. അത് അത്രയ്ക്ക് ചെളി ഉണ്ടെങ്കിൽ മാത്രം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് ഇനിയിപ്പോൾ ഒന്ന് തുടച്ചൊന്ന് വിടുവാണ്. തുടച്ചൊന്ന് ഡ്രൈ ആക്കി വെക്കണം. അപ്പം തുടച്ച് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഏകദേശം 2-2.5 മണിക്കൂർ എടുത്ത് നമ്മുടെ വണ്ടി ഒന്ന് ഫുൾ ക്ലീൻ ചെയ്തെടുക്കാൻ. അപ്പോൾ കുറേയൊന്നും ഞാൻ ഇത് കാണിച്ചില്ല. കാരണം ഒരുപാട് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ഒരു ലാഗായി തോന്നും. അപ്പം അതുകൊണ്ട് ഞാൻ അധികമൊന്നും കാണിച്ചില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വണ്ടി ഒന്ന് കുളിപ്പിച്ച് പെട്ടെന്നൊന്ന് തൂത്ത് തുടച്ചൊന്ന് എടുത്ത് അകത്തൊക്കെ ഇൻറ്റീരിയറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അകത്തും നമ്മൾ ജസ്റ്റ് ഒന്ന് തുടയ്ക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. കാരണം അകത്തും പൊടി ഉണ്ടായിരുന്നു ഡാഷിലൊക്കെ. അപ്പോൾ അതൊക്കെ ഫുള്ള് ക്ലിയർ ചെയ്ത് നമ്മുടെ വണ്ടി കണ്ടിപ്പം കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് കയറ്റിയിടണം. ഇനി ഇവൻ തിരിച്ച് പോകുന്ന നേരം നമുക്ക് നാളെ പമ്പിൽ കയറി ഒന്ന് എയറോടെ ഒന്ന് ചെക്ക് ചെയ്യണം. എയർ കുറച്ച് കുറവുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് ചെക്ക് ഒക്കെ ചെയ്തിട്ട് നമുക്ക് നേരെ രാവിലെ അമ്പലത്തിൽ പോകേണ്ടതാണ്. അമ്പലത്തിൽ അങ്ങനെ ഒരു പ്ലാൻ നമ്മൾ ഇട്ടിട്ടുണ്ട്. പോകുമെന്നറിയത്തില്ല. എന്തായാലും പോയാൽ നമുക്ക് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ട്.
അയ്യോ, എന്തായാലും നമ്മുടെ വണ്ടി കഴുകൽ പരിപാടി ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഷാമ്പു ഇല്ലാതെ പോയി. ഷാമ്പു ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കഴുകായിരുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. കാരണം അത്രയ്ക്ക് ചെളിയോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടിയിൽ. അതുകൊണ്ട് നമുക്കങ്ങനെ കഴുകേണ്ട ആവശ്യമില്ല. ഞാൻ അതാണെങ്കിൽ അത്യാവശ്യം ഇപ്പം മഴയുള്ള സമയത്താണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ സൈഡിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, നമ്മുടെ ഡോർ സൈഡിലൊക്കെ ഇതുപോലെ ഇഷ്ടം പോലെ ചെളി കാണും. ആ ചെളി ഇങ്ങനെ തെറിച്ച് ഇങ്ങനെ ഉണങ്ങിയിരിക്കും. അതൊക്കെ ആകുമ്പം നമ്മൾ ഷാമ്പു കുറച്ച് നേരം ഒഴിച്ചിട്ട് കുറച്ച് നേരം ഇട്ടേക്കും. എന്നിട്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ മണ്ടയ്ക്ക് ഒന്നുകൂടെ തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം മഴയൊന്നുമില്ല, നല്ല ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി ഒന്ന് തുടച്ചൊന്ന് വിട്ടാൽ മതി. എന്തായാലും നമ്മൾ വണ്ടി ഫുള്ള് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇത് പഴയ പൊസിഷനിലേക്ക് തിരിച്ചിടാം. അങ്ങനെ നമ്മുടെ ഇതോടുകൂടി സെക്കൻഡ് വ്ളോഗ് നമ്മുടെ ഇന്നത്തെ കഴിവാണ്. തിരിച്ച് വണ്ടി കയറ്റിയിട്ട് ബാക്ക് ടു പൊസിഷൻ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. മതി ഓക്കെ.